വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണക്കല്ലേ വരാൻ പോകുന്നത്. നമ്മളിപ്പോൾ കോയമ്പത്തൂരാണുള്ളത്. അപ്പോൾ ഓണത്തിന് പൂക്കളം ഗ്രാൻഡായിട്ട് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഓണം എന്ന് പറഞ്ഞാൽ പൂക്കളാണ് ഓർമ്മ. അപ്പോൾ നമ്മൾ കുറച്ച് പൂ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. കുറച്ചധികം പൂ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ നാട്ടിലേക്ക് തിരിക്കുന്നുണ്ട്. സോ അതിന് ബിഫോർ ആയിട്ട് ഇവിടെ കോയമ്പത്തൂരാണ്. ഇപ്പോൾ പൂ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് പൂ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. അതിന് മുമ്പ് വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വെറും 6 കിലോമീറ്ററുള്ളൂ നമ്മുടെ പൂ മാർക്കറ്റിലേക്ക്. അവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഒരുപാട് പേര് എന്നിട്ട് ഇങ്ങനെ പൂവൊക്കെ കെട്ടുന്നത്. നല്ലൊരു ആംബിയൻസ് ആണ് അവിടേക്ക് പോകുമ്പോൾ. അപ്പം അങ്ങനെ നമ്മൾ പൂ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിനിപ്പോൾ അവിടുത്തെ വിഷ്വൽസ് ഒക്കെ പോയി നോക്കി നോക്കാം. നമ്മൾ ഈ പച്ചക്കറിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്ന് ഡെപ്പയിലാക്കി വെച്ചിരിക്കുന്ന പോലെ തന്നെ, സോറി ഡെപ്പല്ല, ആ സാധനത്തിന് എന്താ പറയുന്നത് എനിക്കറിയില്ല, അങ്ങനെയാണ് നിറച്ച് വെച്ചിരിക്കുന്നത് ഫ്ലവേഴ്സൊക്കെ. എനിക്ക് ഇവർ മാല കെട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവർ മത്സരിച്ചിട്ടാണോ കെട്ടുന്നത് എന്നൊക്കെ തോന്നി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും ചിന്ന എംജിആർ വാദ്യാർ എന്നൊക്കെ പറയുന്നത്. ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന അങ്കിളാണെന്ന് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഈ കൂളിംഗ് ഗ്ലാസ് വെച്ച് വന്നപ്പോൾ അവർക്ക് എന്താണെന്ന് തോന്നി, അവരങ്ങനെ പറഞ്ഞു. സോ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പൂ മാർക്കറ്റിൻ്റെ ഇൻസൈഡ്. നമ്മൾ ഫിഷ് മാർക്കറ്റിലൊക്കെ പോയി എങ്ങനെയാണ് അതേപോലെ തന്നെ ഇങ്ങനെ രണ്ട് സൈഡിൽ കൂടി അപ്പുറത്തു കൂടി ഇപ്പുറത്തു കൂടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ ഫ്ലവേഴ്സ് അവിടെ നിന്ന് വിളിച്ചു പോകുന്നുണ്ട്. അത്രയും ഇത്രയും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോകുന്നുണ്ട്. പിന്നെ വേറൊരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൂക്കൾ മാത്രമല്ല, അവിടെ തുളസി മുതൽ എല്ലാ തരത്തിലുള്ള ഇലകളും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓണം അടുക്കി പോവുക കാരണം തന്നെയാണ് തോന്നുന്നു ഇവിടെ ഇഷ്ടംപോലെ മലയാളികളെ തട്ടിമുട്ടി നടക്കാൻ വയ്യ. കാരണം നമ്മളൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ എന്താ നമ്മുടെ ക്ലാസ്സിലെ പയ്യന്മാർ കോയമ്പത്തൂർക്ക് പൂ വാങ്ങാൻ വരുന്നു എന്ന് പറയുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ. അത് എങ്ങോട്ടാണ് വരുന്നതെന്ന് എനിക്കറിയണ്ടായിരുന്നില്ല. സോ ഇതാണ് ആ പ്ലേസ്. ഇവിടെ നല്ല വില കുറവാണ് പൂക്കൾക്ക് എല്ലാത്തിനും. അതുപോലെ തന്നെ നമുക്ക് ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഇനിയും വില കുറയും. അപ്പം ഞാൻ ഓരോന്നിൻ്റെയും പ്രൈസൊക്കെ ചോദിച്ചിട്ടാണ് വാങ്ങുന്നത്. ഞാൻ പ്രീവിയസ് ഇയർ വാങ്ങിയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെണ്ടുമല്ലിക്കൊക്കെ ഞാൻ വാങ്ങുമ്പോൾ 200-300 ആയിരുന്നു കിലോന് റേറ്റ്. അതിന് ഇവിടെ റേറ്റ് വരുന്നത് വെറും 200 രൂപ, 120 രൂപയ്ക്കാണ് കിലോന് റേറ്റ് വരുന്നത്. 200 അല്ലേ, 120 രൂപയ്ക്കാണ് കിലോന് റേറ്റ് വരുന്നത്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ലാഭമാണ് ഇവിടെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബാർഗെയിൻ ചെയ്യാൻ അറിയാം കേട്ടോ. അതെനിക്ക് ഭയങ്കര സ്കില്ല് എനിക്ക് ഭയങ്കര കുറവാണ്. അത് കാരണം ഹസ്ബൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് വാങ്ങി തരും, അത് എന്ത് സാധനമാണെങ്കിലും. അതുപോലെ നമ്മുടെ മറ്റേ യെല്ലോ ജമന്തി ഉണ്ടല്ലോ, യെല്ലോ ജമന്തിക്കൊക്കെ വെറും 200 രൂപ അങ്ങനത്തെ വരുന്നുള്ളൂ കിലോന് റേറ്റ് വരുന്നത്. അപ്പം ഞാനെന്താ വെച്ചാൽ ചെണ്ടുമല്ലി ഓറഞ്ചും മഞ്ഞ എടുക്കുക, കാരണം അത് വാങ്ങിയില്ല. പകരം അതിൻ്റെ വൈറ്റാണ് വാങ്ങിയത്. വൈറ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അതും ആ ഒരു ഫ്ലേവറാണ് എനിക്ക് കൂടുതൽ പ്രിഫറൻസ്. പിന്നെ ഇവിടെ മുല്ലപ്പൂവൊക്കെ 1 കിലോന് 300 രൂപയാണ് വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ മുല്ലപ്പൂ ഒരു മുഴത്തിനുണ്ട് 100 രൂപ, അതുപോലെ തന്നെ 70-80 രൂപ. ഇവിടെ 1 കിലോന് വരുന്നത് വെറും 300 രൂപയാണ്. നമുക്ക് കെട്ടാൻ അറിയുന്ന ആൾക്കാരാണെന്നെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ച്വൽ ഓണർ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഫുള്ള് ഫോണിലാണ്. ആൾക്ക് കാരണം എനിക്കങ്ങനെ പ്രാന്ത് തോന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആൾ ഫോൺ ബിസിയാണ്. ആൾക്കെന്ന് വെച്ചാൽ ഞാനല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവിടെ വന്നിട്ട് സാധനം വാങ്ങും നല്ല കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്കെന്തിനാ അവിടെ നിൽക്കേണ്ട ആവശ്യം? അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഒരേ പൂ തന്നെ വിൽക്കുന്ന ഒരു 100 ആൾക്കാരെ നമുക്ക് കാണാം. സോ അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ഷോപ്പിലേക്ക് വിട്ടു. പിന്നെ ഇവിടെ നമുക്ക് അതിന് തൊട്ടടുത്തും പരിസരങ്ങളിലൊക്കെ ആയിട്ട് വേറെ ആൾക്കാരുണ്ട്. ഞാനതുപോലെ അവിടെ തിരക്ക് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്നും ഇവിടെ ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മോസ്റ്റ്ലി എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ മലയാളികളെക്കാൾ കൂടുതൽ അവിടെ തമിഴ് ആൾക്കാർ, അതുപോലെ തന്നെ വേറെ സ്ഥലത്ത് കച്ചവടം നടത്തുന്ന ആൾക്കാരൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഓണായതിൻ്റെ നല്ലൊരു റഷ് ഉണ്ട്. കേരളത്തിൽ നിന്ന് എല്ലാവരും പറഞ്ഞ പോലെ ഇവിടേക്ക് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓണത്തിന് റഷ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 75% റഷ് ഉണ്ടാവാറുണ്ട് ഇവിടെ എന്നാണ് പറഞ്ഞത്. പിന്നെ രാവിലെ 5 മണിക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം 7, 8, 9, 10 മണി വരെ മാർക്കറ്റ് ഉണ്ടാവാറുണ്ട് ടൈമിങ്. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് ടെറിബിൾ തമിഴ് കേൾക്കാം കേട്ടോ. കാക്കിലെടുത്തോங்க. ரோஜா நூறு 10 രൂപ. ഓക്കെ, அது காக்கில எடுத்துட்டீங்களா? ஓகே, இந்த ரெட் ரோஸ் எவ்வளவு ரேட்? அது கால் எடுத்துக்கோங்க. 400 கிலோ 100 ரூபா 100 ரூபா 100 ரூபா.
പിടിച്ചോ, ഞാൻ വിളിക്കാം, ഞാൻ എടുത്തോണ്ട്. സോ കാക്കിലെടുത്തുക്കോങ്ങണ്ണ, കാക്കിലെടുത്തുക്കോங்க. ചെണ്ടുമല്ലി 1 കിലോ 120, 1 കിലോ 120, 1 കിലോ 120. ഇവിടെ ചെണ്ടുമല്ലി കിലോ 120 കിലോ. റെഡ് റോസിൻ്റെ അതുപോലെ തന്നെ ചെണ്ടുമല്ലിയുടെ റേറ്റ് ഞാൻ വെറുതെ അടിച്ചു വിട്ടതല്ല, റിയൽ ആണെന്നുള്ളത് നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള ക്ലിപ്പ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിലെ റേറ്റ് ഒന്ന് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക നിങ്ങൾ. എന്നിട്ട് എന്തായാലും എനിക്ക് ഞാൻ പ്രീവിയസ് ഇയറിനേക്കാളും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇവിടെയാണ് ലാഭം തോന്നിയത്. നാട്ടിലൊക്കെ എനിക്ക് ലാസ്റ്റ് ഇയർ പൂവ് വാങ്ങിയപ്പോൾ എത്രയാ 300 ആ റേഞ്ചൊക്കെയാണ് ചെണ്ടുമല്ലിക്കൊക്കെ വരുന്നത്. പിന്നെ ഓണത്തിന് ട്രഡീഷണൽ കോസ്റ്റ്യൂമിൻ്റെ കൂടെ മുല്ലപ്പൂവൊക്കെ വേണമെന്നുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വെറൈറ്റി മുല്ലപ്പൂകൾ കിട്ടും. മല്ലിപ്പൂ, മുല്ലപ്പൂ, അതുപോലെ തന്നെ പിച്ചി, അങ്ങനെ പല തരത്തിലുള്ള മുല്ലപ്പൂ ഉണ്ട്. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇത്രയും വെറൈറ്റി മുല്ലപ്പൂ കാണുന്നത്. അത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടമുല്ല, സാധാ മുല്ല, നമ്മൾ നോർമലി കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കെട്ടിയിട്ട് തരിക സാധാ മുല്ലപ്പൂവാണ്. ഇവിടെ വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ റോസൊക്കെ തന്നെയാണെങ്കിൽ അതിൽ പല കളേഴ്സ് ഉണ്ട്. ജമന്തി ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ഉണ്ട്, പിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ പേർപ്പിൾ ഉണ്ട്, അങ്ങനെ പല കളറുണ്ട്. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പല കളേഴ്സ് പൂക്കളും അതുപോലെ തന്നെ പല ടൈപ്പ് പൂക്കളും ഇവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പൂക്കളും നല്ല ഫ്രഷാണ്. ഞാൻ ലാസ്റ്റ് ഇയറൊക്കെ നാട്ടിൽ നിന്ന് പൂവൊക്കെ വാങ്ങിയിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നിന്ന് പൂ വാങ്ങുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ മെയിൻലി നമ്മുടെ ചെണ്ടുമല്ലി, ജമന്തി ഇതിലൊക്കെ ഡെഫിനറ്റ്ലി പുഴുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നല്ല ഫ്രഷ് പൂവാണ്. അതുപോലെ തന്നെ ചീഞ്ഞതോ അളിഞ്ഞതോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഓണത്തിന് 2 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോയമ്പത്തൂർ വരാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യും. ഭയങ്കര പ്രൈസ് ലെസ്സാണ്. അതുപോലെ തന്നെ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ഫ്രഷ് ആയുള്ള പൂക്കളുമാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ നിയർ ബൈ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് ഓണത്തിന് വരുമല്ലോ, അപ്പോൾ വാങ്ങിപ്പിക്കുക. അല്ലെങ്കിൽ 2 3 അല്ലെങ്കിൽ ഒരു ഏരിയയിലുള്ള ആൾക്കാർ അങ്ങനെ ഇതാക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മാനേജ് ചെയ്യൂ. കാരണം പൂ വാങ്ങുന്നത് നമ്മൾ അത്യാവശ്യം ഓണപ്പൂക്കളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങുന്നതാണ് ബെറ്റർ. അത് പൂ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണ് ബെറ്റർ. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. ഇവിടെ ഒരു പ്രാവശ്യം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ഇയർ എല്ലാ ഇയറും ഇവിടെ വന്നിട്ടേ വാങ്ങുള്ളൂ. അപ്പോൾ എനിക്ക് എന്തായാലും നല്ല സങ്കടം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം നാട്ടിൽ 8 ദിവസം പൂവിടാൻ പറ്റിയില്ല എന്നുള്ള നല്ല സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ആ 2 ദിവസം കൊണ്ട് അത് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ട്രൈ ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക അഡ്വാൻസ് ഹാപ്പി ഓണം വിഷസ്. അപ്പോൾ എല്ലാവരും ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യാം. നമ്മൾ പൂ മാർക്കറ്റിൽ വന്നിട്ട് വാങ്ങിയ പൂക്കളാണ് ഈ കാണിക്കുന്നത്. പൊക്കി കാണിക്കട്ടാ. ഓക്കെ, നമ്മൾ ഇത്രയും വാങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോ ഒരു ഉത്രാടത്തിനും തിരുവോണത്തിനും മാത്രമേ വേണ്ടുള്ളൂ. അതാണ് ഇത്ര കുറച്ച് വാങ്ങിയത്. നമുക്ക് പെൻഡിങ് ഉള്ള സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 3 താമരമുട്ട് വാങ്ങണമെന്നുണ്ട്. കാരണം എനിക്ക് ഇഷ്ടമാണ് താമര വാങ്ങാന്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഫ്ലവേഴ്സും കളർ ചെയ്ത്, ഓറഞ്ച്, റെഡ്, അതുപോലെ തന്നെ വൈറ്റ്, പിങ്ക് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. വാടാമല്ലി എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി വേണ്ടത് താമരമുട്ട് മാത്രമാണ്. അപ്പൊ നമുക്ക് ഞാൻ വരുന്ന വഴിക്ക് ഫ്രണ്ടിൽ ഒരു കടയിൽ കണ്ടു നല്ല ഫ്രഷ് ആയിട്ടുള്ള താമരമുട്ട്. അപ്പൊ നമുക്ക് അവിടുന്ന് വാങ്ങാച്ചിട്ടാണ്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് എന്താ റേറ്റ് ചോദിച്ചു നോക്കാം. ഞാൻ ഉള്ളി ചോദിച്ചപ്പോ 10 രൂപ പറയുന്നത് താമരമുട്ടിന്. അക്ക ഇത് എവളോ? ഇല്ല, ഇത് എന്താ താമര 3 10 രൂപവാ. ആ ഓക്കെ. സോ 3 6 എടുത്തുക്കോங்க. ഓക്കെ, ഒരു കവറിൽ പോട്ട് കൊടുക്കുறீங்களா? കവർ കൊടുங்க. ഓക്കെ, താങ്ക് യു. പറഞ്ഞ പോലെ ഉള്ളിൽ ഒരു താമരമുട്ടിനായിരുന്നു 10 രൂപ. ഇത് ഞാൻ 6 എണ്ണം 20 രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ലാഭമാണ്. ഇപ്പൊ നാട്ടിൽ എന്തെങ്കിലും കുറവ് വില എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മൂഞ്ചി പോവുക. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ ഹെക്റ്റിക് ആയിട്ടുള്ള ഫ്ലവർ ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പൊ പൂവൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തി. ഇനി നെക്സ്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലേക്കാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.